മാലിന്യങ്ങൾ നിറഞ്ഞ പെരിയാറിന്റെ കൈവഴിയായ മുണ്ടുരുത്തിപ്പുഴ ദുർഗന്ധം മൂലം വീടിനകത്തിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാർ. പെരിയാറിന്റെ കൈവഴിയും വിദേശ സഞ്ചാരികളടക്കമെത്തുന്ന മുസരിസ് ജലപാതയുമായ വടക്കൻപറവൂരിലെ മുണ്ടുരുത്തി പുഴയിലെ കാഴ്ചയാണിത്. പുഴ സൗന്ദര്യം ആവോളമുള്ളതും തെളിനീരൊഴുക്കുള്ളതുമായ പുഴയിൽ പക്ഷെ എവിടെ നോക്കിയാലും അറവ് മാലിന്യം നിറച്ച ചാക്കുകെട്ടുകൾ മാത്രം. പറവൂർ ടൗണിലും സമീപ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന അറവുശാലകളിൽ നിന്നും പുറന്തള്ളുന്ന അവശിഷ്ടങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത്. അധികം തിരക്കില്ലാത്ത മുണ്ടുരുത്തി പാലമാണ് മാലിന്യം തള്ളുന്നതിനായി ഇവർ തെരഞ്ഞെടുക്കുന്നത്. പുഴയിലെത്തുന്ന മാലിന്യം മുഴുവൻ ഒഴുകി പുഴയിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന മരക്കമ്പുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരമാകെ പരക്കുന്നത്. വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ പോലും സാധിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. ഇവിടെ കുറേ നാളുകളായി ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പട്ടിയും കാക്കകളും ഒക്കെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഡെയിലി ഞങ്ങൾ ഇവിടെ നിന്ന് കുത്തിക്കളയാണ്. മണത്തട്ട് നിൽക്കാൻ പറ്റണില്ല. ആൾക്കാർ ഒരു വിരുന്നുകാർ വരണില്ല. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. കുറേ കാലങ്ങളായി ഞങ്ങൾ ഒരു 3 മണി തുടങ്ങി 6 മണി വരെയും പല പല ആൾക്കാരാണ് കൊണ്ടുവന്നിരുന്നത്. ഒരാളല്ല. ഞങ്ങൾ പേടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാറ് പോലുമില്ല. അതുപോലെ പിന്നെ ചെറിയ ഈ പെട്ടി വണ്ടിക്കൊക്കെ കൊണ്ടുവന്ന് സാധനങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ പോണവരും മരണവരും എല്ലാവരും ഇടുന്നുണ്ട്. ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കൊച്ചു പിള്ളേരും പാടില്ലാത്ത ആളും ഒക്കെ ഉള്ളതാണ്. പല മെമ്പറോട് പല പ്രാവശ്യം ചെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. മാത്രമല്ല മാലിന്യം കഴിക്കാനായി എത്തുന്ന തെരുവ് നായ്ക്കളും നാട്ടുകാർക്ക് ഭീഷണിയാണ്. രാത്രിയാകുമ്പോ വലിയ ചാക്കും കെട്ടിനാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് പാലത്തിന്റെ മുകളിലൊക്കെ ചോര കിടക്കണ്ടായിരുന്നു. ഒരാളെന്തോ വലിയ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച പോലെ റോട്ടിൽ നിറയെ ചോരകളാക്കി പാലത്തിന്റെ മുകളിൽ. പിന്നെ ഇങ്ങാട് ആണെങ്കിൽ എവിടെയൊക്കെ ഒരു മരക്കൊമ്പ് ചാഞ്ഞിപ്പണ്ട അവിടെയൊക്കെ ഈ വേസ്റ്റ് വന്നടി ഭയങ്കര സ്മെല്ലായിക്കോളും. അത് കുറെ ദിവസങ്ങൾ ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സാധനം തള്ളി പുഴയിലേക്ക് കളയണത്. പക്ഷെ അത് കഴിഞ്ഞാലും ഇത് ഡെയിലി ഇത് തന്നെയാണ്. നമ്മൾ എല്ലാ ദിവസവും ഇതിന് വേണ്ടി നമ്മൾ മെനക്കെട്ട് നിൽക്കണം. ഞങ്ങളിവിടെ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഇവിടെ അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തിരുന്ന കടവാണ്. പക്ഷെ ഇപ്പൊ ഒന്ന് നമുക്കൊന്ന് അങ്ങോട്ട് നോക്കണത് തന്നെ എന്തോ വലിയൊരു ഇതുപോലെയാണ്. കാരണം അത്രക്ക് വേസ്റ്റാണ്. പിന്നെ പട്ടികൾ ഈ സാധനം മുഴുവൻ കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ ഒരു ഇത്തിരി കഴിയുമ്പോൾ കാണാം പട്ടികളുടെ ബഹളം ഇരിക്കുള്ളൂ. പിള്ളേരൊക്കെ പോണതല്ലേ. അപ്പൊ നമുക്ക് അത് കൂടി കുറെ പേടിയാണ്. കാരണം പട്ടികൾ കണ്ടമാനമുണ്ട്. കുഞ്ഞുങ്ങളും അടങ്ങി വലിയ വലിയ പട്ടികൾ വരെ നമ്മളെ പട്ടിനെ പേടിച്ചിട്ടാണ് നടക്കണത്. ആ ഒരു അവസ്ഥയിൽ നിൽക്കണേണ്. ഇതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം. കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിലൊന്നും ഇരിക്കണ്ടേ. റോട്ടിൽ കൂടി നടക്കണ്ടേ. ഈ പട്ടിനെ പേടിച്ചും ഈ ഇതിന്റെ മണം ശ്വസിച്ച് നടക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? മാലിന്യം തള്ളുന്നത് തടയാനായി ക്യാമറ സ്ഥാപിക്കുമെന്ന് പറയുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. രാത്രി 2 മണിക്ക് തുടങ്ങി, വെളുപ്പിന് 2 മണിക്ക് തുടങ്ങി ഈ വേസ്റ്റ് ഇടുന്ന ഒച്ച ഞങ്ങൾക്ക് റൂമിൽ കിടന്ന കേൾക്കാം. അത് ഈ പട്ടികളും ഒക്കെ കൂടി വന്ന് വലിച്ചു കയറ്റി പുറത്തിട്ട് ഭയങ്കര മണമായിട്ട് ഇരിക്കാനാ. അവർക്കത് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റണില്ല. പട്ടികള് പിള്ളേര് ഓടിക്കലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വേറൊരു ചേർത്തി ഓടി മറിഞ്ഞു വീണ് പട്ടി ഓടിച്ചിട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഈ മാലിന്യം കൊണ്ടുവന്നിടണതിൻ്റെ പേരിൽ ഇവരോട് ഒരു ദിവസം ഞാൻ വെളുപ്പിന് 5 മണിക്ക് കൊണ്ടുവന്നിടണ ഒച്ച 2 മണി തുടങ്ങും. 2 മണിക്ക് തുടങ്ങും കൊണ്ടുവന്ന് ഈ സാധനം ഇടണ ഒച്ച കേട്ട് കൊടുക്കും. ഒരു ദിവസം വെളുപ്പിന് 5 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ചെന്നിട്ട് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ അവരെന്നെ ഭീഷണിപ്പെടുന്നതിന് ഇത് ആർക്കല്ല കാണേണ്ടത് ഇങ്ങോട്ട് വാടാന്നാണ് പറഞ്ഞത്. ഞാൻ ഒറ്റക്കായതിൻ്റെ പേരിൽ ഞാൻ അങ്ങോട്ട് ചെന്നില്ല. കാരണം നമുക്ക് തല്ലുപിടിച്ച് ശീലമില്ലാത്തതിൻ്റെ പേരിൽ ജനലും വാതിലൊക്കെ അടച്ചിട്ട് എന്നിട്ടും ഈ മണം ഈ എയർ ഹോളിൽ കൂടിയൊക്കെ അരിച്ചകത്തോട്ട് കയറുന്നു. എല്ലാം പകുതി ചോറായപ്പോൾ വെച്ചിട്ടുണ്ട്. പകുതി എന്നിട്ട് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് പോയി. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അവൻ്റെ പേരക്കിടാവുള്ളതൊക്കെ അവരുടെ ബന്ധു നമ്മുടെ വീട് ഇവിടെ കുറച്ച് ദൂരെയാണ്. അവിടെ പോയി താമസിക്കുകയാണ്. ഈ മണം കാരണം കൊച്ചിന് എന്തൊക്കെ ഒരു ദിവസം ഇപ്പോഴേ പനിയായി കിടക്കുകയാണ്. ആ കൊച്ച് ഛർദിലും ഒരു ദിവസം നിൽക്കാത്ത ഛർദിയായിരുന്നു. എന്നിട്ട് പറഞ്ഞൊരു ആശുപത്രി കൊണ്ട് എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. കഴിച്ചത് ഈ ഭക്ഷണത്തിൻ്റെ കൂടെയുള്ള മണമാണ്.